നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മാതളനാരങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് അച്ചാർ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാതളനാരങ്ങ മുറിച്ച് അതിൻ്റെ കുരുക കളഞ്ഞൊന്ന് മാറ്റി വെക്കാം. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഉലുവന്നിട്ട് പൊട്ടിച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാതളനാരങ്ങ ഇട്ടിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതിനായിട്ട് ഒരു ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.